സർവദീ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേലും തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് യേശു ഗലീലായിൽ നിന്ന് യാത്ര തിരിച്ചു യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തു അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നുവെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് വേറൊരുത്തിയെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കേട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെയും അന്യോന്യസ്ഥിതി ഈ വിധം കുറ്റകരമാകുന്നുവെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നിട്ടഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യം ഘോഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് വർണ്ണാക്കപ്പെട്ടിരിക്കുന്നു. കാദീശോ ലോല Hasinoyo klilo
ഹസിയോസോയും പരീശേ വൈദിക ശമ്മാസന്മാ അൻപാലിംബം നൽകാ മുടിയാൻ മണവാളനും മണവറയാൽ മണവാട്ടിക്കും നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഘോഷമിറങ്ങുന്നു മണവാളനി മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യന്മാരാ ദമ്പതികൾക്കേകിടുവാ മിശിഹാനൃപനാ രചിതം മകുടം പാരം രുചിരം ഗ്ലിലോബിദേതുമോറാൻ മെൻഷ്മായോ സോയാഹനോയേസ് ലഹസിനോയോയേ ഗ്ലീലോ ഹസിയോസോയും പരീശേ ശാശ്വതശാല സത്യമണാള ശീഘ്രം സവിധമണന്നീടണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിയും എതിരെ അജ്യമായതും ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗ്ലിലോബിദേതുമോറാൻ മെൻഷ്മായോ സോയാഹനോയേസ് ലകൽസോയോയേ ഗ്ലീലോ ഹസിയോസോയും പരീശോ വൈദിക ശമ്മാസന്മാ അൻപാലിംബം നൽകാ മുടിയാൻ മണവാളനും മണവറയാൽ മണവാട്ടിക്കും വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യന്മാരാ ദമ്പതികൾക്കേകിടുവാ മിശിഹാനൃപനാ രചിതം മകുടം പാരം രുചിരം ഗ്ലിലോബിദേതുമോറാൻ മെൻഷ്മായോ സോയാഹനോയേസ് ലകൽസോയോയേ ഗ്ലീലോ ഹസിയോസോയും പരീശോ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. നീതിൻ കിരീടവും അക്ഷയമായ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ആമേൻ. ശുഭചിഹ്നം താ
വിജയ കൊടിതാ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നു ശ്ലീബോസോ ദുശൈനോ ശ്ലീബോനിശോദുസോ കുസോ ശ്ലീബോദുബേഹോ ഫ്രീ